അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗതം. കുറേ കാലത്തിന് ശേഷം നമ്മളെ സാഹിബ് മോനൂസ് വീഡിയോയിൽ വന്നിരിക്കുകയാണ് അല്ലേ? കുറേ വീഡിയോ ചെയ്തിട്ട് എന്താ പറ്റിയ നമ്മളെ വീഡിയോൻ്റെ ക്യാമറക്ക് എന്താ പറ്റിയ പറഞ്ഞു കൊടുത്ത്? ക്യാമറ കേടായി അല്ലേ? ക്യാമറ കേടായതല്ല, അതിൻ്റെ ചാർജിങ് സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പുതിയ ചാർജർ വരുത്തി. ഗോപ്രോ ക്യാമറയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജിൻ്റെ ആ ഭാഗത്ത് എന്തോ കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഷോർട്ട് വീഡിയോകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ വേറെ രീതിയിൽ നമ്മൾ സംവിധാനിച്ചതാണ്. ഏതായാലും ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മോനൂസിൻ്റെ കൂടെയാണ്. അപ്പം മോനൂസ് ഇങ്ങനെ ചോദിക്കുക, എന്താ വീഡിയോ എടുക്കുക. ഇന്നെന്താ സ്കൂളില്ല? എന്താ മഴക്കാലായിട്ടോ? മഴ ഉണ്ട് ഇപ്പോൾ? കുറച്ചൊക്കെ ഉണ്ട് അല്ലേ? കുറച്ചൊക്കെ മഴ ഉണ്ട്. ഇന്നത്തെ വീഡിയോ എന്താ അറിയാം മോനൂസേ? അറിയാമോ? ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, എന്നിട്ട് അത് മോനൂസ് ചെയ്യുന്നുണ്ടോ നോക്കണം. 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. പറ്റൂലേ? ചെയ്യൂലേ? ഷാറല്ലേ മോനൂസ്? അടിപൊളിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോണത്, നമ്മളെ വീട്ടിലൊക്കെ ബാത്റൂമില്ലേ? സ്കൂളിൽ പോയാൽ ബാത്റൂമിൽ പോകില്ലേ? സ്കൂളിൽ പോകുമ്പോൾ നോക്കില്ലേ? മദ്രസയിൽ പോയാൽ ചിലപ്പോൾ ഉപയോഗിക്കില്ലേ? എവിടെ നിന്നാണെങ്കിലും നമ്മളൊരു ബേസിക് ആവശ്യമാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യമാണ് എന്ത് ബാത്റൂമിൽ പോകാം. തിന്നുന്ന പോലെ തന്നെ ബാത്റൂമിൽ പോകേണ്ടി വരും. ബാത്റൂമിൽ പോകാണ്ട് എത്ര ദിവസം നിൽക്കാനാവും? കുറേ ദിവസം നിൽക്കാനാവോ? ഇല്ല, എല്ലാ ദിവസം പോകണം നിർബന്ധം അല്ലേ? നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ബാത്റൂമിൽ വെറുതെ അങ്ങ് പോയാൽ പോരാ. ബാത്റൂമിൽ പോകുമ്പോൾ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ഞാനത് ചെക്ക് ചെയ്യും വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്യും, ചെയ്യുന്നുണ്ടോ. അതേപോലെ ഇവിടെ നിന്നും ചെക്ക് ചെയ്യും, മദ്രസയിൽ നിന്ന്. എന്തൊക്കെ അറിയാമോ? ഒന്ന്, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പിന്നെ ചെരുപ്പിടണം. അറിയോ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബാത്റൂമിൽ മദ്രസയിൽ ചെരുപ്പില്ലേ? ഇടലുണ്ടോ? വീട്ടിൽ നിന്ന് ഇടലുണ്ടോ? അത് നല്ലതാണ്. കാരണം ബാത്റൂമിൽ ഒരുപാട് കീടാണുക്കളുടെ ഒരു കേന്ദ്രമായിരിക്കും. നമ്മൾ കണ്ണും കൊണ്ട് കാണാത്ത ഒരുപാട് അണുക്കളുള്ള സ്ഥലമാണ് ബാത്റൂം. മാലിന്യങ്ങളും അണുക്കളും മൂത്രത്തിൻ്റെയും കാഷ്ടത്തിൻ്റെ ഒക്കെ അല്ലേ ഒരു സ്ഥലമാണ് എന്ത്. അപ്പോൾ അവിടെ നല്ല വൃത്തി ഉണ്ടാവുമോ? എങ്ങനെ നമ്മൾ വൃത്തിയാക്കിയാലും അവിടെ അണുക്കളുണ്ടാവും. അപ്പോൾ ചെരുപ്പിട്ട് കയറണം. മാത്രമല്ല അത് സുന്നത്തും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നമുക്ക് എന്താക്കിയത്, കാണിച്ചു തന്നത്. ബാത്റൂമിൽ പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാത്റൂമിൽ ഞാൻ നമ്മളെ കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ വായിക്കുക? വായിക്കി മനസ്സ് വായിക്കി. അല്ല മേലെ കയറുമ്പോൾ പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? നിങ്ങൾ എന്താ മോനൂസ് ഇങ്ങനെ വായിക്കുന്നതാണ്? ഓന് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓനിതൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും ഓനക്ക് വായിക്കാൻ അറിയുമോ നോക്കിയതാണ് ഞാൻ. ബാത്റൂമിൽ കയറുമ്പോൾ എപ്പോഴും ഒരു ദിക്ർ ചൊല്ലണം. ആ ദിക്റാണ് ഞാനിവിടെ എഴുതി വെച്ചത്. എന്താ ദിക്ർ? ബിസ്മില്ലാഹി. ബിസ്മി ചൊല്ലിയിട്ടാണ് കയറുക. ബിസ്മി ചൊല്ലി കയറണം. എന്നിട്ട് പറയാ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി. ഞാൻ പറഞ്ഞുതരാം. ഇന്നി നിശ്ചയം ഞാൻ, അഊദു ബിക ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിനൽ ഖുബസി വൽ ഖബായിസ് ആൺ പിശാചിൽ നിന്നും പെൺ പിശാചിൽ നിന്നും. അതിനെ പിശാചിനെ തൊട്ട് ബാത്റൂമിൽ കയറുമ്പോൾ കാവലിനെ ചോദിക്കുന്നേ എന്തിനാ? ബാത്റൂമിൽ ശൈത്താനുണ്ടോ? ഉണ്ട്. പിശാചിൻ്റെ കേന്ദ്രമാണ്, ശൈത്താന്മാരെ കേന്ദ്രമാണ് ബാത്റൂം. അവിടെ ശൈത്താന്മാരുണ്ട്, നമ്മൾ കാണായിട്ടാണ്, നമ്മളെ കണ്ണുകൊണ്ട് കാണില്ല. അപ്പോൾ അവിടെ കയറുമ്പോൾ ശൈത്താനോടൊക്കെ കാവലിനെ ചോദിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ബാത്റൂമിലേക്ക്
കയറാൻ. ഈ ദിക്ർ പഠിക്കണം. പഠിക്കൂലേ? എപ്പോൾ പഠിക്കും? കുറേ ദിവസമൊന്നുമല്ല, കുറച്ച് ദിവസം കൊണ്ട് പഠിക്കണം കേട്ടോ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറണം. ബാത്റൂമിൽ കയറുമ്പോൾ വലത് കാലം വെച്ചിട്ടല്ലേ കയറാ? ഇടത് കാല വെക്കണ്ടേ കേട്ടോ. ചെരുപ്പ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യാ? ഇടത് കാല് വെച്ചിട്ട് എന്താ വയ്ക്ക? ഇടത് കാല് വെച്ച് ബാത്റൂമിൽ കയറും. ഏത് കാല് വെക്കണം? ഇടത് കാല് വെക്കണം എന്നാണ് പഠിച്ചത് കേട്ടോ. ഇതൊക്കെ മതത്തിൽ ഞാൻ പഠിക്കൂ. ബാത്റൂമിൽ കയറുമ്പോ ഇടത് കാലാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇതെന്താ? മെഴിക്കരുത് എന്നല്ല, മൊഴിക്കരുത്. കുളിപ്പുരയിൽ മൂത്രമൊഴിക്കരുത്. എന്താ പറഞ്ഞത്? കുളിപ്പുരയിൽ മൂത്രമൊഴിക്കരുത്. അതായത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും, കുളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. രണ്ട് സ്ഥലം ഉണ്ടാവും. നമ്മളെ പേരിൽ ചെറിയൊരു ഇങ്ങനെ ഒരു ചെറിയൊരു വരട്ട് കൊടുത്തിട്ടാണ്, കുറച്ച് ഏകരത്തിലാണ് എന്തുള്ളത്? ടോയ്ലറ്റ് ഉള്ളത്. അതിൻ്റെ ഇപ്പുറത്ത് നല്ല കുളിക്കുന്ന സ്ഥലത്ത് എന്താക്കരുത്? എന്താ അതിലൊക്കെ അങ്ങനെ ചെയ്യലുണ്ടോ? കുളിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും മൂത്രമൊഴിക്കലുണ്ടോ? ഉറപ്പാ? അവരോട് പറയുന്ന ഒഴിക്കലില്ല പറയും, ഇനി ഒഴിക്കൂല്ല എന്ന് പറയും. അപ്പം ബാത്റൂമില് രണ്ട് സൗകര്യം ഉണ്ടാവും. ടോയ്ലറ്റ് പോകണ്ട, കക്കൂസ് പോകാനുണ്ടാവും. അവിടെ പോയിട്ട് കക്കൂസ് മൂത്രം ഒഴിക്കാം. കുളിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യരുത്? അങ്ങനെ കുറേ സ്ഥലത്ത് മൂത്രമൊഴിക്കാനും കക്കൂസ് ആയിട്ട് ഉപയോഗിക്കാനും പാടില്ലാത്ത വേറെയും കുറേ സ്ഥലമുണ്ട്. അതായത് മാളങ്ങളുണ്ടാവും, എന്തെങ്കിലും ജീവികൾ താമസിക്കുന്ന മാളം, അതുപോലെ കെട്ടി നിൽക്കുന്ന വെള്ളം, വലിയ നല്ല പഴം ഉണ്ടാവുന്ന മരം, ആ മരത്തിൻ്റെ ചുവട്ടിൽ, അതേപോലെ കബറിൻ്റെ മേലെ പോയിട്ട് മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ കാഷ്ടിക്കുക, അതൊന്നും പാടില്ല. പിന്നെ ആൾക്കാർ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, വഴിയുമ്പോഴൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രമൊഴിക്കാൻ പാടില്ല. അതിൻ്റെ പ്രത്യേക സ്ഥലം ഉണ്ടാവും, അവിടെ പോയിട്ട് വയ്ക്കുക. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കുക. ഓക്കെ. കെണ്ടല്ലടാ, കൊണ്ട് മല വിസർജനം നടത്തുക. അപ്പൊ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കരുത്. എന്താണ്? നിന്നുകൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല, മറ്റൊന്നും പാടില്ല, ഒന്നും പാടില്ല, രണ്ടും പാടില്ല. മൂത്രമൊഴിക്കാനും പാടില്ല, കഷ്ടിക്കാനും പാടില്ല. എങ്ങനെ നിന്നുകൊണ്ട് ചെയ്യരുത് എന്ന്. അത് മൂത്രമൊഴിക്കാനും ശരി, രണ്ടാമത്താണെങ്കിലും ശരി, ഇരുന്നു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് നമ്മളെ. ഇനി ഒരു അത്യാവശ്യ ഘട്ടം എന്ത് ചെയ്യാം? നിന്നിട്ട് ഒഴിക്കാം. ഇരുന്ന് ഒഴിക്കാനൊന്നും എന്താ പറയുക, കാലിന് സൂക്കേട്, കാല് വളയുന്നില്ല, ഇരുന്നാൽ കാല് വേദനാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം? നിന്നിട്ട് മൂത്രമൊഴിക്കാം. അപ്പോൾ ഇരിക്കാൻ കഴിയുന്ന സമയത്തൊക്കെ ഇരുന്നിട്ട് തന്നെ എന്താക്കണം? മലമൂത്ര വിസർജനം നടത്തണം. വെള്ളമില്ലെങ്കിൽ കല്ല് ഉപ്പായ കിച്ച് ഗൊത്തി ശുദ്ധിയാക്കാം. എന്താ പറഞ്ഞത്? വെള്ളം ഇല്ലെങ്കിൽ കല്ല് ഉപയോഗിച്ച് ശുദ്ധിയാക്കാം. അത് മൂത്രം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ച് കഴുകണ്ട നമ്മള്. അപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം കിട്ടുന്നില്ല, അപ്പോൾ കല്ല് ഉപയോഗിക്കാം. വെള്ളം വലിച്ചെടുക്കുന്ന കല്ലുണ്ടാവും, ആ കല്ലും കൊണ്ട് മെല്ലെ തുടച്ചു കൊടുക്കും. മൂത്രം വെച്ച സ്ഥലത്ത് ഇങ്ങനെ തുടച്ചെടുക്കുക. ആ വെള്ളം കിട്ടാത്ത സമയത്താ പറഞ്ഞേ, നമ്മൾ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയാൽ മതി. നമുക്ക് വെള്ളം കിട്ടൂലേ? അപ്പോൾ കല്ല് ഉപയോഗിച്ചിട്ട് എന്താക്കാം? ശുദ്ധിയാക്കാം. വെള്ളം ഇല്ലെങ്കിൽ
വെള്ളമോ കല്ലോ അല്ലേ അത് ഉപയോഗിച്ചിട്ട് എന്താവണം ശുദ്ധി ആക്കണം. അതാ തല മറക്കൽ സുന്നത്ത്. എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ തല മറക്കണം. അതെന്താണ്? തല മറക്കണം. അതെന്താണ്? സുന്നത്താണ്. റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞതാണ് അതിന് കൂലി കിട്ടുമെന്ന്. റസൂലുള്ളാഹി കാണിച്ചു തന്നത് അങ്ങനെയാണ്. തല മറച്ചുകൊണ്ട് പോവാ, തൊപ്പിട്ടുകൊണ്ട് കയറുക. അല്ലെങ്കിൽ എന്തെങ്കിലും ടവലോ അല്ലെങ്കിൽ ബാത്റൂമിൽ തോർത്തുണ്ടാവില്ലേ, തോർത്തെടുത്ത് തലയിൽ വെക്കുക മൂത്രമൊഴിക്കുന്ന സമയത്ത്. തല മറച്ചുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് സുന്നത്ത്. അതിനാണ് കൂലി. ഇനി ശ്രദ്ധിക്കൂലേ? ഞാനും ശ്രദ്ധിക്കണം, ഇനിയും ശ്രദ്ധിക്കണം, രണ്ടാമത് ശ്രദ്ധിക്കണം. ഓക്കെ അടി. ഓക്കെ ഇനി അടുത്ത വായിക്കുക. ഇനി ഉണ്ടോ നോക്കട്ടെ. എന്താ വായിക്കുക? എനിക്ക് വായിക്കാൻ കിട്ടൂല. ഞാൻ വായിച്ചുതരാം. غفرانك الحمد لله الذي أذهب عني الأذى وعافاني എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ, മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ വരണം. നമുക്ക് വലിയ അള്ളാഹു അനുഗ്രഹം ചെയ്തെന്നേ. നമ്മളെ പള്ളയിൽ കെട്ടിക്കിടന്ന് ഗ്യാസായി, പള്ളവേദനയായി, ബാത്റൂമിൽ പോകാൻ കഴിയാണ്ട്, ഇവിടെ മൂത്രമൊഴിക്കാൻ കഴിയാണ്ട് വിഷമിക്കാതിരുന്നല്ലോ. അള്ളാഹ് നമുക്ക് മൂത്രമൊഴിക്കാനുള്ള കഴിവ് തന്നല്ലോ. അപ്പം അള്ളാഹിനെ സ്തുതിക്കാൻ മതി. ഗഫറാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. പടച്ചോനെ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ് റബ്ബേ. എനിക്ക് ഇതൊക്കെ അങ്ങ് പുറത്തേക്ക് പോക്കിയിട്ട് ആശ്വാസവും ആഫിയത്തൊക്കെ തന്നെ അള്ളാഹുവിനാകുന്നു സർവ്വ സ്തുതിയും. അൽഹംദുലില്ലാഹ് അള്ളാഹിനോട് പറയാം. അപ്പം തിന്നുമ്പോഴുള്ള മര്യാദ പോലെ ബാത്റൂമിൽ പോകുമ്പോഴും പല മര്യാദകളും ഉണ്ടാവണം. ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. അതുപോലെ ചെയ്യണം. പഠിപ്പിച്ചൊന്നുമില്ലല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും. നമ്മളെ പാടം അവിടെ എത്തായിട്ടാണ് കേട്ടോ. അവിടെ പാടെത്തുമ്പോൾ ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടോ? ഇനി ഞാൻ ചെയ്യുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോവാം. എവിടെയാണോ അത് എനിക്കിപ്പോൾ അറിയില്ല. അത് ഞാൻ ചൊല്ലിത്തരാം. നമുക്ക് പോകാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ എന്നാൽ ഓക്കെ. അപ്പോൾ ഇതാ ഞാനും മോനൂസും ബാത്റൂമിൻ്റെ അടുത്തേക്ക് എത്തി. നിങ്ങൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കാണാൻ വേണ്ടി പോവാണ്. മോനൂസ് ഉഷാറായിട്ട് റെഡിയാണ് അല്ലേ? പോവല്ലേ നടക്ക്? ഓക്കെ നല്ല മതി, ഓടണ്ട. ഈ മദ്രസയിലെ ബാത്റൂമാണ് കേട്ടോ. നിങ്ങളെ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സില്ലാത്തതുകൊണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. ഏതായാലും ബാത്റൂമിൽ ചെരുപ്പുണ്ട് അല്ലേ മോനൂസേ? ചെരുപ്പിട്ട് തല മറച്ചിക്കോ. എവിടെ? തൊപ്പിയുണ്ട് അല്ലേ? ഇവിടെയുള്ള ചെരുപ്പ് ധരിച്ചു കയറുക. അതില്ല കയറാനായി ഞാൻ പറയും പോട്ടോ. കയറുമ്പോഴുള്ള ദിക്റ് ഞാൻ പറഞ്ഞില്ലേ? കയറുമ്പോഴുള്ള ദിക്റ് ഞാൻ പറഞ്ഞില്ലേ? ആണുങ്ങളെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിഥി. അതേതാ കാലി എടുത്ത് വെച്ചേ? ഇപ്പോഴാണ് ശരിയായത്. അല്ലേ? എന്നിട്ട് കാര്യങ്ങളൊക്കെ സാധിക്കുക. ഇവർ തിരിച്ച് വരുമ്പോൾ അവിടെ നിന്നിട്ടല്ല മൂത്രയിക്കുക. ഇരുന്നിട്ട് നമുക്ക് മൂത്രമൊക്കെ മുട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോരി. വരുമ്പോൾ ഏത് കാലാ? വരുമ്പം വലത് കാലം. ഓക്കെ. ഗഫറാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി അല്ലേ? അപ്പോൾ ആ ദിക്റൊക്കെ ചൊല്ലിയിട്ട് വേണം ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ആ 2 ദിക്റ് നമുക്ക് കാണാണ്ട് പിടിക്കണം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ചൊല്ലി കൊടുക്കണം കേട്ടോ. ചൊല്ലി തരുന്ന പറയും. അടുത്ത പ്രാവശ്യം വീഡിയോയിൽ വരുമ്പോൾ 2 ദിക്റും ചൊല്ലി തരും. അടുത്ത പ്രാവശ്യം വീഡിയോയിൽ വരുമ്പോൾ ചൊല്ലി തരും 2 ദിക്റും. ഓക്കെ അല്ലേ? നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അല്ലേ? എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.